നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് കഴിഞ്ഞത് മുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു കാര്യമാണ് ഫെറാൻ ടോറസിൻ്റെ ഡിപ്പാർച്ചർ ഫ്രം ബാഴ്സലോണ. അത് സംഭവിക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. താരം തന്നെ ബാഴ്സയ്ക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിൽ അവരത് തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ പ്രസ്താവനയൊക്കെ അത്ര നല്ല രൂപത്തിലല്ല ബാഴ്സയിൽ എടുത്തത്. ഏതായാലും ഇപ്പോൾ മാർക്കയും അതുപോലെ തന്നെ മാറ്റിയോ മൊററ്റയും ജിജാൻഡസ് എഫ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? ജെറാഡ് റൊമേറോയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? പാരീസ് സെന്റ് ജെർമനും ഫെറാൻ ടോറസും തമ്മിൽ എല്ലാ കാര്യങ്ങളും എഗ്രി ചെയ്തിരിക്കുന്നുവെന്ന് അവർ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഏറെ വിശ്വാസമുള്ള ഫബ്രീസിയോ റൊമാനയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അവരെ കോട്ട് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിങ്ങനെയാണ്: പാരീസ് സെന്റ് ജെർമൻ ഹാവ് എഗ്രീഡ് ഓൾ ടേംസ് വിത്ത് ഫെറാൻ ടോറസ്. ഫെറാൻ ടോറസുമായിട്ട് എല്ലാ കാര്യത്തിലും എഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞു PSG. ഫെറാൻ ബാഴ്സലോണയെ ഇൻഫോം ചെയ്തിരിക്കുന്നു തൻ്റെ താല്പര്യം, തനിക്ക് PSG പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യണം എന്ന കാര്യം ഫെറാൻ ടോറസ് ഇപ്പോൾ ബാഴ്സലോണയെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ക്ലബ്ബുകൾ തമ്മിൽ ട്രാൻസ്ഫർ ഫീയുടെ കാര്യത്തിലുള്ള നെഗോസിയേഷൻസ് ആരംഭിച്ചിരിക്കുകയാണ്. ബാഴ്സ എന്തായാലും ഫെറാനെ അവിടെ നിലനിർത്താൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നില്ല. ബാഴ്സ ആർ സെറ്റ് ടു സെൻഡ് ദെയർ ന്യൂ ബിഡ് ഫോർ റോഡ്രി. മറുഭാഗത്താണെങ്കിൽ ബാഴ്സ റോഡ്രിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ പുതിയ ബിഡ് കൊടുക്കാനുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയോട് വളരെ കൃത്യമായിട്ട് റോഡ്രി പറഞ്ഞിട്ടുണ്ട് തനിക്ക് ബാഴ്സ മാത്രം മതി എന്ന്. അതുകൊണ്ട് തന്നെ ബാഴ്സയ്ക്ക് ആ കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല, ടെൻഷനുമില്ല, അത് നടക്കും. അതേസമയം ഇപ്പോൾ ഫെറാൻ്റെ കാര്യത്തിലാണ്. ഫെറാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് പകരം ഒരു സ്ട്രൈക്കറെ എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ബാഴ്സ ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയാണ് അവർ വലിയ പ്രാധാന്യം ഹുലിയൻ ആൽവാരസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാവും എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടതാണല്ലോ, അവരുടെ കോച്ച് ഡിയേഗോ സിമയോണി അവിടെ തുടരും ഹുലിയൻ ആൽവാരസ് എന്ന തരത്തിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫെറാൻ ടോറസിൻ്റെ കാര്യത്തിൽ. അദ്ദേഹം എന്തായാലും ക്ലബ്ബ് വിടും, ബാഴ്സലോണ വിടും എന്ന നിലപാടിൽ തന്നെയാണ്. ഫെറാൻ ടോറസ് ഹാസ് റീച്ച്ഡ് ആൻ എഗ്രിമെൻറ്റ് വിത്ത് PSG ടു സൈൻ ഫോർ ഹിം. ഡയറക്റ്റ് നെഗോസിയേഷൻ ബിറ്റ്വീൻ PSG ആൻഡ് ബാഴ്സലോണ ഹാവ് സ്റ്റാർട്ടഡ് എന്ന് ഇപ്പോൾ ഫ്ലോറിയൻ പ്ലറ്റൻബർഗും റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.